ഹായ് എവ്രി വൺ. നാളെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വന്തം ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സർപ്രൈസായിട്ടും അല്ലാതെയും എനിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിന്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്, ആളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കി കൊടുക്കാനാണ് പോകുന്നത്. ഒരു ഫ്ലവർ ഹാമ്പർ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നാണ് ഞാൻ ഓർത്തത്, നാളെയാണല്ലോ ബർത്ത്ഡേ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് സർപ്രൈസായിട്ടും അല്ലാതെയും എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ അപ്സിലും ഡൗൺസിലും ഒരുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരില്ലേ, അതേപോലുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഈ ഫ്രണ്ട്. ഞാൻ ഡീമോട്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് വരും. അപ്പം നമുക്ക് റൈറ്റായിട്ടൊരു അഡ്വൈസൊക്കെ തരാൻ ഒരാളുള്ളത് നല്ലതായിരിക്കും. സോ അങ്ങനെ എന്നെ പലതവണ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, നമുക്ക് വേണ്ട കാര്യങ്ങൾ റൈറ്റായിട്ടുള്ളത് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അങ്ങനെ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പം ആളിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു ഫ്ലവർ ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ പുറത്ത് പോയി ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് കുറച്ച് റോസ് ഫ്ലവേഴ്സാണ്. റെഡ് റോസും പിന്നെ വൈറ്റ് റോസും കുറച്ച് എടുത്തായിരുന്നു. പിന്നെ ഈ കാണുന്ന ഗ്രീൻ ലീവ്സ് അതും ഞാൻ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞാനതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത് ആ ഒരു പേപ്പർ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ലീവ്സൊക്കെ കട്ട് ചെയ്ത് ഇനി അതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനൊന്ന് ചെയ്തിട്ട് വരാം. ഫൈനലി എൻ്റെ കുഞ്ഞ് സിമ്പിൾ ഫ്ലവർ ഹാമ്പർ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സും കുറച്ച് ഗ്രീൻ ലീവ്സും വെച്ചാണ് ചെയ്തത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു പിങ്ക് റിബൺ വെച്ചിട്ട് ഒരു ബോ പോലെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്